ആദ്യം അതിനാവശ്യമായ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. ഒരു 3/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവിയലിന് നല്ലൊരു കളറായിരിക്കും. പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ ചേർക്കാറില്ല. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളകിന് പകരമാണ് മുളക് പൊടി ചേർത്തത്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അതാണ്ട് ഈ അരച്ചെടുത്ത ഈ കൂട്ട് ഇവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്താൽ മതിയും. ഇതിലോട്ട് നമുക്ക് കുറച്ച് പുളി ഒന്ന് പിഴിഞ്ഞെടുത്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം. പുളിക്ക് പകരം തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവിയലിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ മാറ്റി കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കഴുകി നല്ലതുപോലെ 2-3 വെള്ളത്തിലൊന്ന് കഴുകി എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അവിയൽ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തു വയ്ക്കുക. അതിലോട്ട്